മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. പിന്നെ വല്ലാത്തൊരു പ്രണയമായിരുന്നു ഞങ്ങളുടേത്. അന്നാ എനിക്ക് മനസ്സിലായത് ആത്മാർത്ഥ പ്രണയത്തിനും വൈകല്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ലെന്ന്. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? അവിടെ അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. ഒരു വൈറൽ ഫീവറില തുടങ്ങിയത്. പിന്നീടത് തലച്ചോറിനെ ബാധിച്ചു. വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത കുടുംബമായതുകൊണ്ട് ഞാൻ ഇഷ്ടം പോലെ പൈസ മുടക്കി. എന്നിട്ടും ഒരു ബലവും കണ്ടില്ല. മരണം ഞങ്ങളെ വേർപിരിച്ചു കളഞ്ഞു. എന്താ ഇത്? വാ, ഒന്ന് വണ്ടി കയറ. വാ. അതിനുശേഷം പിന്നെ അച്ഛനും അമ്മയും ഒരുപാട് നിർബന്ധിച്ചിട്ടും ഒരു വിവാഹത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല മാഡം. ഇന്നും അവളുടെ ഓർമ്മയില്ല ഞാൻ കഴിയുന്നത്. അതുകൊണ്ട് വൈകല്യമുള്ളവരെ കാണുമ്പോൾ, പ്രത്യേകിച്ചും അരയ്ക്ക് താഴോട്ട് തളർന്നവരെ കാണുമ്പോൾ എനിക്ക് സങ്കടം കൂടും. അതുകൊണ്ടാണ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണൻ സാറിനോട് എനിക്ക് ഒരു പ്രത്യേക അടുപ്പം ഉണ്ടായത്. ഇനി എന്നും സാഗർ ഞങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാവും, ഞങ്ങളുടെ ജീവിതത്തിലും. സാഗറിന് ഇനി എന്തെങ്കിലും ഞങ്ങളെ വിട്ടു പോണെന്ന് തോന്നുമ്പോൾ മാത്രമേ സാഗർ കമലേശ്വരം ഫിനാൻസിൽ നിന്ന് പോവാൻ പോകുന്നുള്ളൂ. വാ സാഗർ, വാ. പെൺകുട്ടികളുടെ മനസ്സിൽ, പ്രത്യേകിച്ചും സ്നേഹിക്കാൻ അറിയാവുന്ന പെൺകുട്ടികളുടെ മനസ്സിൽ ഇതുപോലെ സിമ്പതി വർക്കൗട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇനി ഇവളുടെ ജീവിതത്തിൽ ഞാനും ഉണ്ടാവൂന്നാ പറഞ്ഞത്. അതെ, ഞാനുണ്ടാവണം, എന്നും എന്നും ഞാനുണ്ടാവണം. പോകാം സാഗർ. പോ. ഇവളുടെ മനസ്സ് എന്നിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. അത് തിളച്ച് മറിയുകയാണ്. എനിക്കും ഒരു കൂട്ടുവേണം. അതിവളെപ്പോലെ ആത്മാർത്ഥമായ പെണ്ണായ തരക്കേടില്ല. സർ, എടോ, വരുമ്പോഴും പോകുമ്പോഴൊക്കെ സഹധർമ്മിണിക്ക് ഇഷ്ടം പോലെ സ്വർണ്ണം എടുത്തോണ്ട് പോവാണല്ലോ കണ്ണൻ.
പൈസ തന്നിട്ടാണ് സാർ കണ്ണൻ സാർ ഭാര്യയ്ക്ക് ഓർണമെന്റ്സ് ഒക്കെ എടുത്തു കൊടുത്തത്. എടോ, ഈ പൈസ എന്ന് പറയുന്നതേ അവന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭമല്ലേ? അതിങ്ങനെ മുടിച്ചു കളയണോ? അതും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരു യോഗ്യതയില്ലാത്ത ഒരുത്തിക്ക് വേണ്ടി. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? കണ്ണൻ സാറിന്റെ എല്ലാ കുറവുകളും മനസ്സിലാക്കി കണ്ണൻ സാറിന്റെ ജീവിതത്തിലേക്ക് വരാൻ അവർ സമ്മതിച്ചില്ലേ സാർ? ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരുത്തി സമ്മതിച്ചെങ്കിൽ എടോ അതിന്റെ കാരണം ഇതൊക്കെയാ. കണ്ടില്ലേ, കണക്കില്ലാത്ത സ്വർണ്ണമല്ലേ വാങ്ങിച്ചു കൂട്ടുന്ന. നാളെ കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് പോയാലും ഒരു മുതൽ അവളുടെ കയ്യിലിരിക്കണം. അതാ അവള് ലക്ഷ്യമിക്കുന്ന. ഉണ്ണി ഇവിടെ വന്നൊരു നെക്ലസ് എടുത്തായിരുന്നല്ലോ. ആ സമയത്ത് താൻ കണ്ണനെ വിളിച്ചപ്പോ അവൻ എന്താ പറഞ്ഞ? ഒരു കാരണവശാലും സ്വർണം കൊടുക്കരുതെന്ന് അല്ലേ? അത് ബില്ല് പേ ചെയ്യാതെ എടുക്കാൻ നോക്കിയതുകൊണ്ടാ സാർ. എടോ, ഈ ജ്വല്ലറി ഉൾപ്പെടെ എല്ലാ സ്വത്തുക്കളും കണ്ണന്റെ പേരില. അതിന്റെ ഒരു അഹങ്കാരമാണ് അവൻ കാണിക്കുന്നത്. പിന്നെ സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ആളാവാനും അവനൊരു ശ്രമം നടത്തുന്നുണ്ട്. അതിനുള്ള ശിക്ഷ ഇപ്പോഴേ അവള് മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോ അത് പുറത്തു വരും. തഞ്ചല് പറടാ. സാറേ, ഞങ്ങൾ ഒന്നിച്ചിപ്പോ പർച്ചേസിന് ഇറങ്ങിയതാ, മഹാലക്ഷ്മിയും ഒന്നിച്ച്. അവള് അകത്തേക്ക് പോയിട്ടുണ്ട്, ഞാൻ പുറത്ത് നിൽക്കാം. നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ? അത്രേ ഉള്ളൂ. പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കാൻ. ഭാഗ്യവാനടാ. കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്തോ. വിജയം കൂടെ തന്നെയുണ്ട്. ശരി സാറേ. ഞാൻ അവളുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറിക്കൊണ്ടിരിക്കുക, എന്റെ ലച്ചുവിലേക്ക്. ആരുടെ? ലച്ചു. ലച്ചു. ശരിടാ മോനെ. എന്നാ പിന്നെ കേറി കൊളുത്തി അങ്ങ് പിടിച്ചോ. ഓക്കെ സാർ. എനിക്ക് അവളുടെ ഹൃദയത്തിൽ കൊളുത്തി പിടിക്കാൻ പറ്റിയില്ല. പക്ഷേ അവൻ അവളെ സ്നേഹിച്ച് വശപ്പെടുത്തിക്കൊണ്ട് വരട്ടെ. അപ്പോ ആഗ്രഹ സാഫല്യത്തിനുള്ള ചാൻസ് ഉണ്ട്. എടാ പ്രതാപ, എന്താ ഓക്കെ ഞാൻ എന്തെങ്കിലും കട്ടിക്ക് കൊടുക്കണോന്ന് വിചാരിച്ചപ്പോ മോള് വേണ്ടെന്നാടാ പറയുന്നത്. അങ്ങനെ മോള് പറയത്തില്ലല്ലോ. അതിന് കാരണമുണ്ടമ്മേ. കട്ടിക്ക് കൊടുക്കാന്നൊക്കെ പറയുമ്പോ നമ്മൾ കട്ടി കൂടിയ സ്വർണം കൊടുത്താൽ മതിയോ? ഈ പറയുന്ന ഉണ്ണിയും അവക്കെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടല്ലേ? കണ്ണന്റെ പോക്ക് കണ്ടിട്ട് സ്വത്തല്ല അവന്റെ പേരിലാണെന്നാ തോന്നുന്നത്. അതെങ്ങനെയാടാ അവന്റെ പേരിലാകുന്നത്? അല്ല, മൊത്തത്തിൽ എല്ലാവരുടെ ഒരു സംസാരമൊക്കെ കേട്ടിട്ട് എനിക്കിടയ്ക്ക് അങ്ങനെ തോന്നി. എന്തായാലും എല്ലാത്തിനും ഒരു ഉറപ്പ് കിട്ടുന്നവരെ ഇനി സ്വർണ്ണം ഒന്നും കൊണ്ടുപോയി തള്ളിക്കൊടുക്കണ്ടമ്മേ. അതൊക്കെ ഉണ്ണി വിറ്റ് കാശാക്കിയാലോ? അവർക്ക് ഫൈനാൻസേഴ്സ് ഒക്കെ ഉള്ളതാ, പണയം വെക്കാനൊക്കെ എളുപ്പമാ. നമ്മുടെ ഉണ്ണിയെ കുറിച്ച് അങ്ങനെയൊന്നും സംശയിക്കല്ലേ പ്രതാപ. സംശയിക്കണോമേ? നമ്മൾ വിചാരിച്ച എന്തായിരുന്നു, എല്ലാ സ്ഥാപനങ്ങളും അവന്റെ തലയിൽ കൂടെ പോവാന്നല്ലേ? ഇപ്പോഴവൻ അവിടുത്തെ ഒരു ജോലിക്കാരൻ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രതാപ, ഇനി നീ ഒന്നും പറയാൻ പോകണ്ട. ഉണ്ണിക്കുട്ടനെ നിനക്ക് മരുമകനല്ല, മോൻ തന്നെയാ. അത് ഓർമ്മ വേണേ. അവരെത്തിയടാ. മുത്തശ്ശി, മോളെ, മോക്ക് ഹാപ്പി ബർത്ത്ഡേ മോളെ. വാമനെ, ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു. വീട്ടിൽ വെച്ച് ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തണ്ടെന്ന് വിചാരിച്ചത് കേക്ക് കട്ട് ചെയ്യുമ്പോഴും ഒരു ചില കരച്ചിൽ നിങ്ങൾ കാണേണ്ടി വരും. എന്റെ കെട്ടിയോളെ അത് ഒഴിവാക്കാനാ
ഇവിടെ വെച്ച് കേക്ക് മുറിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞേ. കരുണയുടെ അമ്മ വന്നില്ലേ? അതെന്തിനാ അവള് വരുന്നേ? അവളെ വിളിച്ചില്ല. പ്രതാപൻ പറഞ്ഞ പോലെ അവക്ക് ഏത് നേരം ലക്ഷ്മി ലക്ഷ്മി എന്ന് വിളിച്ച് കരയാനേ നേരമുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ സന്തോഷിക്കുന്ന സമയത്തൊക്കെ അവളെ ഒഴിവാക്കുന്നതാണ് മോനെ നല്ലത്. പിന്നെ അവള് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരും തല്ലി ഓടിക്കാനൊന്നും പോകുന്നില്ല. അത് തന്നെ. അല്ല, കണ്ണേട്ടനോടും ഏട്ടത്തിയോടും ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ അവര് വരുന്നേ? മോളുടെ അമ്മയെ പോലെ തന്നെയാണ് അവരും. ഇവിടെ നമ്മുടെ സന്തോഷത്തിൽ പുറമെ അവരൊക്കെ ചിരിച്ചിരുന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ വിഷമായിരിക്കും മോനെ, അല്ലേ അമ്മേ? അത് പിന്നെ പറയണോ പ്രതാപ? ആ, എന്തായാലും ആദ്യത്തെ വിരുന്നിന് അവരിവിടെ വന്നായിരുന്നല്ലോ. പിന്നെ ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ അവരിങ്ങോട്ട് വരേണ്ട കാര്യം എന്താ മോളെ? ഇത്തവണ വിളിച്ചതേ മനഃപൂർവ്വ. ഏ? ഇവിടെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവര് ചില കാഴ്ചകളൊക്കെ കാണണം. എന്റെ ഉണ്ണിയണ്ണ അത്ര മോശക്കാരനല്ലെന്നും ഭാര്യയും ഭർത്താവും അറിയണം. പ്രത്യേകിച്ച് അയാള് വല്യേട്ടൻ ചമഞ്ഞിരിക്കുന്ന കാലിന് സ്വാധീനം ഇല്ലാത്ത ആള്. അപ്പോ എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണല്ലോ മോള് വന്നിരിക്കുന്നേ. അതെ മുത്തശ്ശി. എന്റെ ഉണ്ണിയേട്ടനെ നിങ്ങളൊക്കെ കരുതുന്ന പോലെ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. അത് പിന്നെ ഞങ്ങളുടെ ഉണ്ണിക്കുട്ടനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ലേ? മോന് മൂത്തവരെയൊക്കെ വലിയ ബഹുമാനമാ. അതുകൊണ്ടാ കണ്ണനെ മോൻ അനുസരിക്കുന്നത്. എന്ന് വെച്ച് അവൻ കൂടുതൽ വലിയ ഇടങ്ങൾ വെച്ചാലേ മോൻ ചിലപ്പോ മോന്റെ തനി സ്വഭാവം അങ്ങ് പുറത്തെടുക്കും. അപ്പോഴേ ഇന്നവരെ എങ്ങനെയാ മോള് ഞെട്ടിക്കാൻ പോകുന്നേ? അതൊക്കെ വഴിയെ മുത്തശ്ശിക്ക് മനസ്സിലായിക്കോളും. എടാ പ്രതാപ, മോളുടെ മുഖം കണ്ടില്ലേ? ഇന്ന് മോള് സന്തോഷത്തിലാ വന്നിരിക്കുന്ന, അമിത സന്തോഷത്തില്. എന്റെ മോളെ സന്തോഷിപ്പിക്കാൻ എന്റെ ഉണ്ണിക്കുട്ടനെ ഉമ്മ. എന്റെ ദൈവമേ, അവര് വാങ്ങിത്തന്ന സ്വർണ്ണ നെക്ലസ് കണ്ടിട്ടാ അവൾ അഹങ്കരിക്കുന്നത്. അതിനി എന്തൊക്കെ പുലിവാലാവോ എന്തോ. മോൻ എന്തോ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഒന്നും ഉണ്ടാവരുത് മോനെ. ഈ വീൽ ചെയറിലിരുന്ന് വീമ്പ് പറയാനല്ലാതെ നിന്റെ ഏട്ടനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. നീ പിടിച്ചൊരു തള്ളു കൊടുത്താലേ അവനും അവന്റെ വീൽ ചെയറോടെ വന്ന് ഉരുണ്ട് വീഴത്തേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉള്ളവരാ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ മേൽക്കോയ്മ കാണിക്കുന്നതേ. എന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ചേട്ടൻ ചേട്ടന്റെ സ്ഥാനത്ത് നിന്നില്ലെങ്കിലേ ചപ്പ കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. മോൻ വാ. ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ വാ മോനെ. എന്റെ ലച്ചു എത്തി. ഞാൻ സാഗറിന് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അയ്യോ, അത് വേണ്ടായിരുന്നു മാഡം. സാഗറിന്റെ കഥകളൊക്കെ കേട്ടപ്പോ സത്യം പറഞ്ഞ എനിക്ക് സാഗറിനോടുള്ള സ്നേഹം കൂടി. അതുകൊണ്ട് തന്നെയാ കരുണയ്ക്ക് ഡ്രസ്സ് എടുത്ത കൂടെ സാഗറിനും വാങ്ങിയത്. ദാ ഈ കവറിലുണ്ട്. പോകുമ്പോ എടുക്കാൻ മറക്കരുത്. ഇല്ല മാഡം, കയറിയട്ടെ. മാഡത്തിന്റെ സിമ്പതി പിടിച്ചു പറ്റാനല്ല ഞാൻ എന്റെ കഴിഞ്ഞകാല കഥകൾ പറഞ്ഞേ. ഇതുവരെ സാഗറൊന്നും പറഞ്ഞില്ലല്ലോ. അത് പറയാനുള്ള സാഹചര്യം വന്നപ്പോഴല്ലേ പറഞ്ഞത്. പോവാം മാഡം. ശരി.
ഏറ്റു. എൻ്റെ കള്ളക്കഥ അവളുടെ ചങ്കിലാ പതിച്ചത്. വണ്ടിയെടുക്ക്. എന്നെപ്പോലെ വൈകല്യമുള്ള പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ടും സാഗർ ആ കുട്ടി തള്ളിക്കളഞ്ഞില്ലല്ലോ മഹി. അവിടെയാ അവന്റെ വേറിട്ട സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാ കരുണയ്ക്കും നമുക്കൊക്കെ ഡ്രസ്സ് വാങ്ങിയ കൂട്ടത്തില് സാഗറിനും ഡ്രസ്സ് വാങ്ങിയത്. അത് നല്ല കാര്യം. നമുക്ക് സുഹൃത്തുക്കളായിട്ടും സഹായികളായിട്ടും അധികം ആൾക്കാരൊന്നും ആവശ്യമില്ല, കുറച്ചു മതി. പക്ഷേ അവർ നല്ലവരായിരിക്കണം. അത്തരക്കാർക്ക് എന്ത് സഹായം ചെയ്യുന്നതിലും തെറ്റില്ല. അവര് പക്ഷേ ഏത് പ്രതിസന്ധിയിലും നമുക്കൊപ്പം നിൽക്കണമെന്ന് മാത്രം. അങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിലാ സാഗറെന്നാ എനിക്ക് തോന്നിയത്. നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ ഒരാള്. താൻ സാഗറിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോ എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. അവന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എവിടെ വേണമെങ്കിലും തനിക്ക് അവനെ കൂടെ കൂട്ടാം. ആ പിന്നെ എടോ, തന്നെ വെറുക്കുന്ന തന്റെ അനിയത്തി ഭയങ്കര സന്തോഷത്തിലായിരിക്കുമല്ലോ. അവൾ ആഗ്രഹിച്ചതിനേക്കാളും നല്ല ഭംഗിയുള്ള നെക്ലേസ് അല്ലേ ഉണ്ണി പ്രസന്റ് ആയിട്ട് കൊടുത്തത്? അത് അവള് മാത്രമല്ല, അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ അവക്ക് കൊടുത്ത സമ്മാനം കണ്ട് സന്തോഷിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ആ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ നമുക്ക് ഉടനെ അവിടെ എത്തണ്ടേ? ഉണ്ണി പ്രത്യേകം പറഞ്ഞതാ ഇന്ന് ആ ബർത്ത്ഡേ ഫംഗ്ഷന് നമ്മളും ഉണ്ടാവണമെന്ന്. അതിനല്ലേ ഞാൻ റെഡിയായത്. നമുക്ക് ഉടനെ അവിടെ എത്തണം. കരുണയ്ക്കും അച്ഛനും മുത്തശ്ശിക്കൊന്നും അതിൽ വലിയ താല്പര്യമൊന്നും കാണില്ല. എന്നാലും അവൾ ആ നെക്ലസ് ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. താനിപ്പോഴും കരുണയെ സ്നേഹിക്കുന്നുണ്ടല്ലേ? ഞങ്ങൾ ഒരു ക്ലാസ്സിലാണ് പഠിച്ചതെങ്കിലും എന്നെക്കാളും 4-5 വയസ്സിന് ഇളയതാ അവള്. അതുകൊണ്ട് അവളുടെ ശാഠ്യവും ദുർവാശിയൊന്നും ഞാനത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. അവക്ക് ഞാനാ ശത്രു. പക്ഷെ ഒരിക്കലും അവൾ എനിക്കൊരു എതിരാളിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നുവെച്ച് സർവം സഹായ ഒരു ഭാര്യയായിരിക്കണം എന്റെ ഭാര്യയെന്ന് എനിക്ക് അഭിപ്രായമില്ല. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം, പ്രത്യേകിച്ച് മനസ്സിനകത്ത് നന്മയില്ലാത്തവരുടെ മുന്നില്. പോവാം. മോളെ, എന്താ ഈ കഴിച്ച കിടക്കുന്നേ? അയ്യോ, പളാന്ന് തിളങ്ങുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കേക്ക് മുറിക്കുമ്പോ കണ്ണച്ചാരെയും മഹാലക്ഷ്മിയെ ഞെട്ടിക്കൂന്ന്. ദേ, ഇത് കണ്ടു കഴിഞ്ഞാലേ മുത്തശ്ശിയുടെ കണ്ണ് തള്ളിയതുപോലെ അവരുടെയും കണ്ണ് തള്ളില്ലേ? പിന്നില്ലേ. ഇതാരാ വാങ്ങിച്ചു തന്നെ? വേറെ ആരാ? എന്റെ ഉണ്ണിയേട്ടൻ തന്നെ. അയ്യോ, അപ്പൊ മോളുടെ സങ്കടമൊക്കെ മാറിയല്ലോ. അവക്ക് കണ്ണിന് ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ സ്വർണം വാങ്ങിച്ചു കൊടുക്കേ. അവന്റെ ഏതോ ജർമ്മനിയിലോ ജപ്പാനിലോ ഒക്കെ കിടക്കുന്ന കൂട്ടുകാരൻ നെക്ലസ് വാങ്ങിച്ചു കൊടുത്തപ്പോ മോക്ക് വലിയ സങ്കടമായിരുന്നല്ലോ. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? മാറിയെന്ന് മാത്രല്ല, ഉണ്ണിയേട്ടൻ എന്നോടുള്ള സ്നേഹവും എനിക്കിന്ന് മനസ്സിലായി മുത്തശ്ശി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ, മോൾ ആരെ കുറ്റപ്പെടുത്തിയാലും ഉണ്ണിമോനെ കുറ്റപ്പെടുത്തരുത്. അവൻ പ്രതാപന്റെ മോനാണെങ്കിലേ എനിക്കെന്റെ കൊച്ചുമോനാ. അതുകൊണ്ട് ആരവനെ വഴക്ക് പറഞ്ഞാലും എനിക്ക് നോകും, അത് മോളായാലും ശരി. അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? പിന്നെ അല്ലാതെ. അവനെ വെറും ഉണ്ണിക്കുട്ടനല്ല, ഒരൊന്നൊന്നര ഉണ്ണിക്കുട്ടനാ, പൊന്നു മോനാ. അവിടെ നില്ല, അവിടെ നില്ല. റെഡിയല്ലേ? എന്തു പറ്റി? എടാ, ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ നീ മോളുടെ കഴുത്തിലൊന്ന് നോക്കണം. അപ്പൊ നിനക്കൊരു കാഴ്ച കാണാം. എന്തു പറ്റിയ കഴുത്തില്? മോളുടെ കഴുത്തിൽ ആരെങ്കിലും മാന്തോ മറ്റോ ചെയ്തായിരുന്നോ? എടാ പൊട്ടാ, ആരും മോളുടെ കഴുത്തിൽ മാന്തി മുറിവൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ മോൾ ഇത്ര സന്തോഷത്തോടെ ഇങ്ങോട്ട് വരുവോ? നോക്കടാ.
വാങ്ങിച്ചു തന്നതാ അച്ഛാ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.